ഹായ്, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലിൽ, അതായത് ബോൾ മോഡലിൽ നമ്മൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡർ ഗ്രാസ് അല്ലെങ്കിൽ മൗണ്ടൻ ഗ്രാസ് എന്നൊക്കെ പറയും. ഈ ഒരു ഗ്രാസ് നമ്മളിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ വാണ്ടറിങ് ജൂ എന്ന് പറയുന്ന ഈ ചെടിയും നമ്മൾ ഇങ്ങനെ അതേപോലെ ഹാങ്ങിങ് തിക്കായിട്ടുള്ള ഹാങ്ങിങ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. ആ മെത്തേഡിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ബോൾ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഹോൾസ് ഉള്ള ഒരു ചട്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊരു 15 രൂപയാണ് കേട്ടോ ഈ ചട്ടിയുടെ വില. 15 രൂപയുള്ള ഒരു ചട്ടിയാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആദ്യം മണ്ണും ചാണകപ്പൊടിയും കൊക്കോപീറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ചട്ടിയുടെ അടിഭാഗത്ത് ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം വെക്കുന്നത് ഈ വാണ്ടറിങ് ജൂ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. പിന്നെ ബോർഡർ ഗ്രാസ് വെക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ വാണ്ടറിങ് ജൂ എന്നുള്ള ഇതിൻ്റെ കട്ടിങ്സ് ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ വാണ്ടറിങ് ജൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇതിനൊരു ചെറിയൊരു രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും പിറ്റേ ദിവസം തന്നെ. അത്ര പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഹോളിലൂടെ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഹോള് കുറച്ച് വലുതാണ്, അതുകൊണ്ട് ഒരു 2-3 കട്ടിങ്സ് ഇങ്ങനെ ഒരു ഹോളിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് ഈ ഹോളിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ 2-3 കട്ടിങ്സ് ഒരുമിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ ഈ വാണ്ടറിങ് ജൂവിൻ്റെ പ്ലാന്റ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലെയറായിട്ട് മണ്ണിട്ടിട്ട് ഓരോ ഹോളിലൂടെയും നമ്മൾ ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചട്ടിയുടെ ഹോള് കണ്ടില്ലേ, കുറച്ച് നല്ല വലിയ ഹോളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ 2-3 കട്ടിങ്സ് വെച്ചാലും മണ്ണ് കുറച്ചിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അതിൻ്റെ ഉള്ളിലൊരു ഇൻസുലേഷൻ ടാപ്പാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ആ ഹോളിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു റൗണ്ടിൽ അത് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഹോളൊന്ന് വലിപ്പം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഹോളാണുള്ളതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതിപ്പോൾ കുറച്ച് വലിയ ഹോളായതുകൊണ്ട് ഞാനതിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കൊടുത്തത്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടു. ഇനി ഇതേപോലെ അടുത്ത റോയിലും ഇതേപോലെ തന്നെ പ്ലാന്റിൻ്റെ കട്ടിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ ഗ്രോത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിങ്ങനെ ബോൾ ഷേപ്പിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മളിതിൽ ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മളിതിൻ്റെ ചട്ടിയുടെ മുകൾ ഭാഗത്ത് മാത്രമേ ഈ ഹാങ്ങിങ് പ്ലാന്റായിട്ട് വെക്കാറുള്ളൂ. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അത്രയും തിക്കായിട്ട് ഈ ചെടി വളർന്നു വരും. പിന്നെ വളരെ ഈസിയാണിത് ചെയ്യാനും, വളരെ ഈസിയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഈ ചെടിയുടെ വേരൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ ഈ ചട്ടി ഒന്ന് അനക്കാതിരിക്കണം. എന്താ വെച്ചാൽ ഈ ചെറിയ ഹോളിലൂടെ മണ്ണ് കുറച്ച് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വേരൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നവരെ ഇതിൽ വെള്ളം അതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാം ഈ ഹോളിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് വരും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് വെച്ച് കൊടുക്കുക.
ഇങ്ങനത്തെ ചട്ടികൾ വാങ്ങുമ്പോൾ അതേപോലെ വളരെ ചെറിയ ഹോളുള്ള ചട്ടി വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്കെന്നാൽ ഇതുപോലെ കട്ടിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ വളരെ ഒന്നോ രണ്ടോ കട്ടിങ്സ് വെച്ചാൽ മതി ഒരു ഹോളിലൂടെ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അത് പിറ്റേ ദിവസത്തേക്ക് തന്നെ ഈ ചെടി നന്നായിട്ട് അങ്ങനെ ചെറിയൊരു ഗ്രോത്തുള്ള രീതിയിൽ തോന്നുന്നുണ്ട് കണ്ടാൽ. ഇതിപ്പോൾ നമ്മളത് ഈ ബോർഡർ ഗ്രാസ് അല്ലെങ്കിൽ മൗണ്ടൻ ഗ്രാസ് എന്നൊക്കെ പറയും, ആ പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ കുറച്ച് വേരുകളുള്ള രീതിയിലുള്ളതാണ് കേട്ടോ ഞാൻ കട്ടിങ്സ് അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ജസ്റ്റ് ഈ പ്ലാന്റിൻ്റെ കട്ടിങ് ആയാലും മതി. അങ്ങനെ വേര് വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പിടിക്കും ഈ ചെടി. അപ്പോൾ അതായത് അതേപോലെ തന്നെ ഒരു റോ ഫുള്ളായിട്ട് വെച്ചു. അതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുക. ഈ ചെടിയും അതേപോലെ തന്നെ നമ്മൾ 2-3 കട്ടിങ്സ് ഒരു ഹോളിലൂടെ വെച്ച് കൊടുക്കുക. ഈ ചെടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രോത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കട്ടിങ്സ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും നടാൻ ഉപയോഗിക്കാം. ഇത് ഞാനൊരു ചട്ടിയിൽ വളർത്തിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേരോട് കൂടിയിട്ടാണ് പിഴുതെടുത്തത്. അതുകൊണ്ട് ആ വേരുള്ള ഭാഗം ഞാൻ വെച്ചു എന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് മാത്രമായിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു ഏകദേശം 2 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വളർന്നു വരും. ആ സമയത്ത് നമുക്കിതിനെ കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഒരു ബോൾ പോലെ, അപ്പോൾ ഈ ചട്ടിയൊന്നും കാണില്ല, നല്ലൊരു ബോൾ പോലെ ഇരിക്കും. അപ്പോൾ ഇതിൽ ഈ ഹാങ്ങിങ്ങിലുള്ള ഒരെണ്ണം നമ്മൾ മുന്നേ ഇതേപോലെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി നിർത്തിയാൽ മതി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. നമുക്ക് പ്ലാന്റ് ഹാങ് ചെയ്യുന്നതിന് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ബോൾ ഷേപ്പിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടമായിച്ച വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനാബിൾ ചെയ്യണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ വാണ്ടറിങ് ജൂവിൻ്റെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. താങ്ക് യു.